ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാടൻ വിഭവമായ അവൽ എങ്ങനെ വിളയിക്കാമെന്നാണ്. അതിനാവശ്യമായിട്ട് 1/2 കിലോ അവൽ എടുത്തിട്ടുണ്ട്. 1/2 കിലോ അവലിന് 3 കപ്പ് തേങ്ങ തിരുമ്മിയത്, 1 കപ്പ് തേങ്ങാക്കൊത്ത്, നെയ്യ് ആവശ്യത്തിന്, കപ്പലണ്ടി 100 ഗ്രാം, ആവശ്യത്തിന് കറിവേപ്പില, ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിച്ചത്, 1/2 കിലോ അവലിന് 1/2 കിലോ ശർക്കര പാനീയം. ഇനി നമ്മൾ ചെയ്യുന്നത്, നെയ്യ് ഒരു പാത്രത്തിൽ ചൂടാക്കുക, അതിലേക്ക് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചൂടാക്കി എടുക്കുക. അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും അതിലേക്കിട്ട് മൂപ്പിക്കുക. ഇത് രണ്ടും മൂത്തതിന് ശേഷം മാറ്റി വെക്കുക. എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പം ക്രിസ്പി പോലെ കിട്ടും. അപ്പോൾ അത് അവലിന് അത് ഇടുമ്പോൾ നല്ലതായിരിക്കും. ഇതെടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത്, കുറച്ച് വലിയ ഉരുളി എടുക്കുക. ആ ഉരുളിയിലേക്ക് അരിപ്പയുടെ സഹായത്തോടെ നമ്മൾ ശർക്കര ഒഴിക്കുക. കാരണം എന്തെങ്കിലും കരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അരിപ്പയുടെ സഹായത്തോടെ എടുക്കുകയാണെങ്കിൽ കരടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ശർക്കര നമുക്ക് കിട്ടും. ഇത് നല്ല രീതിയിൽ വെട്ടി തിളയ്ക്കണം. കാരണം നല്ല രീതിയിൽ വെട്ടി തിളച്ച് കുറച്ച് ഒരു മയം പോലെ സോഫ്റ്റ് പോലെ ആവണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമ്മൾ ശർക്കര മൂത്തു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നല്ലപോലെ തിളച്ച് വന്ന ശർക്കരയിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് മിക്സ് ചെയ്യുക. ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കിലോ അവൽ ഇതിലേക്കിടുക. 1/2 കിലോ അവലും ശർക്കരയും തേങ്ങയും ഇവ മൂന്നും നല്ല രീതിയിൽ ഇനി മിക്സ് ചെയ്യണം. നമുക്ക് ഗ്യാസ് ഒത്തിരി ഇതിൽ വേണ്ട, നല്ല മീഡിയം ഇതിൽ വെച്ചാൽ മതി, കുറച്ച് വെക്കുക. എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്നെടുത്ത് ഗ്യാസിൽ നിന്ന് എടുത്ത് മാറ്റി താഴോട്ട് എടുത്ത് വെക്കാം, നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്ക പൊടിച്ചത്, പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂട്ടത്തിൽ കപ്പലണ്ടിയും തേങ്ങാക്കൊത്തും കൂടെ ഒന്നിച്ച് ഇളക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ എല്ലാം ഒന്നിനോട് ചേരുന്ന രീതിയിൽ എടുക്കുക. ഇത്രയുള്ള കാര്യം. വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവൽ വിളയിച്ചതാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല സ്മെല്ലാണ് ഏലക്കയുടെയും ഇതിൻ്റെ എല്ലാം കൂടെ. താങ്ക് യു.